ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു എഗ് ബ്രക്കോളി ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം തന്നെ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെക്കുക. അതിനകത്തേക്ക് ഉള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. അത് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വേണം ഇളക്കാൻ. കുറച്ച് കല്ലുപ്പ്, ഞങ്ങളിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. അതിന് ശേഷം അപ്പോൾ നമ്മൾ കുറച്ച് മുളക് ഉണക്കമുളക് അത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രക്കോളി ഇടുക. എനിക്ക് പണ്ട് മുതലെല്ലാം ബ്രക്കോളി ഭയങ്കര ഇഷ്ടമാണ്. കുറേ നാൾ മുമ്പാണ് ഞാൻ കഴിച്ചത്. പിന്നെ ഇപ്പോഴാണ് കേട്ടോ ഞാൻ കഴിക്കണേ. നല്ല പച്ച കളർ വേവും. നമ്മൾ എവിടെ നിന്നാണ് പറിച്ചതെന്നറിയാം. ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ബ്രക്കോളി, കോളിഫ്ലവർ, ക്യാബേജ് അതിൻ്റെ തന്നെ തോട്ടമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ പറിച്ചതാണ്. സൂപ്പറല്ലേ ഗൈസ്? നമ്മൾ ബ്രക്കോളി എന്തായി നോക്കാം. പിന്നെ നമ്മൾ ബ്രക്കോളീൻ്റെ ഒരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 മുട്ട ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കുറച്ച് സൗന്ദര്യം നോക്കാൻ വേണ്ടി കണ്ണാടി പോയതാണ്. ഓക്കെ, അതൊക്കെ പോട്ടെ. നമ്മൾ അതിനകത്തേക്ക് മുട്ട ഇട്ട് കൊടുക്കുകയാണ്. ബ്രക്കോളിയിലേക്ക് നന്നായിട്ട് ഇളക്കുകയാണ്. എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അതിനകത്തേക്ക് എഗ്ഗ് ആഡ് ചെയ്താൽ ഈ മുട്ട ചിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ അങ്ങ് ചിക്കി കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് അച്ചാർ, ചമ്മന്തി, പിന്നെ നമ്മുടെ ബ്രക്കോളിയും കുറച്ച് തൈരും കുറച്ച് ചോറും. വാവ്. ബൈ ഗൈസ്, അടുത്ത വീഡിയോ കാണാം.